ഹായ് ഓൾ, അസ്സലാമലൈക്കും. ഇന്നത്തേതൊരു റെഡ് സോസിൻ്റെ പാസ്ത റെസിപ്പിയാണ്. ഇതൊരു അടിപൊളി റെസിപ്പിയാണ്. ഈ റെസിപ്പി ഒരു തവണ ട്രൈ ചെയ്യുന്നവർ പിന്നെയും തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കും. അത്രയ്ക്കൊരു സൂപ്പർ റെസിപ്പിയാണ്. നല്ലൊരു ക്രീമി ടെക്സ്ചറിലുള്ളൊരു പാസ്തയും കൂടിയാണ്. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ പാസ്ത 2 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഏത് ഷേപ്പായാലും കുഴപ്പമില്ല. ഇനി ഇത് കുക്ക് ചെയ്യാനായിട്ടുള്ള വെള്ളം എടുക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് കൂടുതലായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താലേ പാസ്തയിലോട്ട് ഉപ്പ് പിടിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ സ്റ്റേജിൽ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ചതിന് ശേഷം പാസ്ത ഇട്ട് കൊടുക്കാം. പാസ്ത ഇട്ടതിന് ശേഷം നല്ലോണം ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. പാത്രത്തിലോട്ടല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. ഇതൊരു 4 to 5 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും. ഇപ്പോൾ തിളച്ച് ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇതൊന്ന് കുക്കായിട്ടുണ്ടോ എന്ന് നോക്കാം. നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കിതൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം, വെള്ളമെല്ലാം കളഞ്ഞ്. അതിനുശേഷം പച്ചവെള്ളത്തിലൊന്ന് കഴുകി മാറ്റി വയ്ക്കണം, അല്ലെങ്കിൽ പാസ്ത എല്ലാം കൂടി ഒട്ടിപ്പിടിക്കും. അത് മാറ്റി വെച്ചതിന് ശേഷം ഇതിന് വേണ്ടിയിട്ടുള്ളൊരു പേസ്റ്റ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു 3 തക്കാളി ജസ്റ്റ് ഒന്ന് വരഞ്ഞ് ഇതിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ട്, വെള്ളത്തിലോട്ട്. അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം തൊലിയൊക്കെ ഒന്ന് ഇളകി വരുന്ന സമയം ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. ഇപ്പോൾ തൊലിയൊക്കെ ഒന്ന് ഇളകി വരുന്നുണ്ട്. ഇത് മതിയാകും. ഫ്ലെയിം ഓഫ് ചെയ്യാം. തണുത്ത് വന്നതിന് ശേഷം അതിൻ്റെ തൊലിയെല്ലാം മാറ്റി ഇതൊന്ന് പേസ്റ്റാക്കി മാറ്റി വയ്ക്കാം. പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു പാൻ വെച്ചതിന് ശേഷം അതിലോട്ട് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള സൺഫ്ലവർ ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് അതിലോട്ട് മീഡിയം സൈസിലുള്ള ഒരു 10-11 വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതും കൂടി ചേർത്ത് അത് നിറമാറി വന്നതിന് ശേഷം ഒരു ചെറിയ സവോള ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതും നിറമാറി വന്നതിന് ശേഷം അതിലോട്ട് 1 കപ്പ് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഗ്രീൻ കളറാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വേറെ കളേഴ്സ് ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം 1 കപ്പ് കോണും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കോണും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ പെപ്പർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എരിവ് കുറച്ച് കൂടുതൽ ആവശ്യമുള്ളവർക്ക് ഞാൻ 1/2 സ്പൂൺ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് 1 സ്പൂൺ അതിൽ കൂടുതലോ ആഡ് ചെയ്തെടുക്കാം. അതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് ഞാൻ കാശ്മീരി ചില്ലിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. 1.5 ടേബിൾ സ്പൂൺ മൈദയും കൂടി ആഡ് ചെയ്ത് ഈ വെജിറ്റബിൾസിലൊക്കെ ഒന്ന് കോട്ടായി വരുന്നതുവരെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മൈദ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിലൊരു ക്രീമി ടെക്സ്ചർ വരാനായിട്ടാണ്. അതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലോട്ട് 1 കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. പാലും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അതൊന്ന് തിക്കായി വന്നതിന് ശേഷം ഇതിലോട്ട് നേരത്തെ അരച്ച് മാറ്റി വെച്ചേക്കുന്ന തക്കാളിയുടെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളിയുടെ പച്ചമണം മാറി വരുന്നതുവരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതൊന്ന് തിളച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് തിക്കായി വന്നതിന് ശേഷം ഇതിലോട്ട് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് വന്നതിന് ശേഷം ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഒറിഗാനോയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നേരത്തെ വേവിച്ച് മാറ്റി വെച്ചേക്കുന്ന പാസ്ത ആഡ് ചെയ്ത് കൊടുക്കാം.
അതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പാസ്ത ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും. ഇതിലിട്ട് നല്ലൊരു അടിപൊളി റെഡ് സോസ് പാസ്തയുടെ റെസിപ്പിയാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഓൾ.